എർപൈസ് മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഉപഭോക്താക്കൾക്ക് ഇരുട്ടടിയായി കെ.എസ്.ഇ.ബിയുടെ പുതിയ തീരുമാനം. ഫെബ്രുവരിയിലെ സർചാർജ് നിലനിർത്താനാണ് ബോർഡിന്റെ തീരുമാനം. യൂണിറ്റിന് 10 പൈസ വെച്ച് സർചാർജ് പിരിക്കുമെന്നാണ് കെ.എസ്.ഇ.ബി അറിയിച്ചത്. ഫെബ്രുവരിയിലെങ്കിലും സർചാർജ് ഒഴിവാക്കുമെന്നായിരുന്നു ഉപഭോക്താക്കളുടെ പ്രതീക്ഷ. എന്നാൽ ഇതും അസ്ഥാനത്താക്കിക്കൊണ്ടാണ് പ്രഖ്യാപനം വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ വൈദ്യുതി വാങ്ങിയതിലൂടെ 18.13 കോടിയുടെ അധിക ബാധ്യതയാണ് ഉണ്ടായതെന്നും ഇതാണ് അടുത്ത മാസം സ്വന്തം നിലയിൽ സർചാർജ് പിരിക്കുന്നതിന്റെ കാരണമെന്നും കെ.എസ്.ഇ.ബി അറിയിച്ചു. സർചാർജ് നിലനിർത്തുമെന്നും ഇതിൽ ഗണ്യമായ കുറവ് വരുത്തിയിട്ടുണ്ട് എന്നതുമാണ് ഏക ആശ്വാസം. കഴിഞ്ഞ മാസം വരെ യൂണിറ്റിൽ 19 പൈസ എന്ന നിരക്കിലായിരുന്നു സർചാർജ് ഈടാക്കിയത്. എന്നാൽ ഫെബ്രുവരി മുതൽ ഈ ഇനത്തിൽ 9 പൈസയുടെ കുറവുണ്ടാകും. അതായത് ഇതിനായി 10 പൈസ നൽകിയാൽ മതിയെന്നർത്ഥം. ഇന്ധനവില കൂടുന്നത് മൂലം താപവൈദ്യുതി വാങ്ങുന്നതിലുള്ള ചിലവിലുണ്ടാവുന്ന വർധനയാണ് സർചാർജിലൂടെ പൊതുവെ ഈടാക്കുന്നത്. എന്നാൽ മേലെ പറഞ്ഞ 9 പൈസയുടെ കുറവിന് കാരണം റെഗുലേറ്ററി കമ്മീഷന്റെ സർചാർജ് ഒഴിവാക്കുന്നതിലൂടെയാണ്. സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ വൈദ്യുതി വാങ്ങാൻ കെ.എസ്.ഇ.ബിക്ക് അധികമായി ചിലവായ തുക ഈടാക്കാൻ റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ച 9 പൈസ സർചാർജ് തീരുന്നതോടെയാണ് കുറവ്. അതേസമയം കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിലെ വൈദ്യുതി വാങ്ങൽ ചിലവ് റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ തുക ആയോ എന്ന് പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് കെ.എസ്.ഇ.ബി. അങ്ങനെ കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചുള്ള സർചാർജ് ഈടാക്കാനായി വീണ്ടും അപേക്ഷിക്കാനാണ് ബോർഡിന്റെ തീരുമാനം. അതിനിടെ വേനലിൽ വൈദ്യുതി ഉപയോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടായേക്കാവുന്ന പ്രതിസന്ധി മറികടക്കാൻ കെ.എസ്.ഇ.ബി ഇപ്പോഴേ നീക്കങ്ങൾ ആരംഭിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വേനൽ കത്തിനിൽക്കുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ വൈദ്യുതിയുടെ കുറവുണ്ടാകുമെന്ന കാര്യം മുന്നിൽ കണ്ടാണ് ഈ നീക്കം. അടിയന്തരമായി ആവശ്യമുള്ള വൈദ്യുതി ഹ്രസ്വകാല കരാർ മുഖേന വാങ്ങൽ തിരിച്ചു കൊടുക്കാമെന്ന വ്യവസ്ഥയിൽ വൈദ്യുതി വാങ്ങൽ തുടങ്ങി വിവിധ പദ്ധതികൾ ബോർഡിന്റെ പരിഗണനയിലാണ്. പുറത്തുനിന്നുള്ള വൈദ്യുതി വാങ്ങലിന് പുറമെ ആഭ്യന്തര തലത്തിലുള്ള ഉത്പാദനം കൂട്ടുന്നതും അവരുടെ പരിഗണനയിലുണ്ട്.